ഇന്നൊരു വാട്ട ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ചപ്പാത്തിയും പനീർ ബട്ടർ കറിയാണ് കഴിച്ചിട്ട്. കറി ഇന്നലത്തെ ആയിരുന്നു, കുറച്ചധികം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ തട്ടിമുട്ടി കഴിച്ച് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ. പിന്നെ അത് തീരാറായതുകൊണ്ട് ഞാൻ ചട്ടിയും കൂടി വടിച്ചിട്ടാണ് കഴിച്ചത്. ചട്ടിയല്ല, സോറി, കറിപ്പാൻ. പിന്നെ കുറച്ച് ചായ ഉണ്ടായിരുന്നു കേട്ടോ. പനീർ ബട്ടറിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനത് ചെയ്യാതെ എടുത്ത് വെട്ടാം. പിന്നെ അത് കുളിയൊക്കെ പാസ്സാക്കിയിട്ട് വന്നപ്പോഴേക്കും ഞാൻ കുറച്ച് തണ്ണിമത്തങ്ങ കട്ട് ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഏട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോഴേക്കും കുറച്ച് കൊക്കക്കോളയും വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. അത് ഞാൻ കുറച്ചൊന്ന് കൂടി ഊണിനായിട്ട് ഞാൻ ഒരുക്കിയത് മോര് കറി, കിഴങ്ങ് മെഴുക്കുവരട്ടി, പയർ മെഴുക്കുവരട്ടി, മുട്ട, പിന്നെ നല്ലൊരു ചിക്കനും സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ഒരു സ്പെഷ്യൽ റെസിപ്പിയിൽ ഉണ്ടാക്കിയതാണ്, നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഇൻസ്റ്റ റെസിപ്പി കണ്ടിട്ടുണ്ടാക്കിയത്. ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കയറി നോക്കാം. പിന്നെ അതേ ഏട്ടൻ ആ ചാറുമുക്കി കഴിക്കാൻ ബ്രെഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനും പറഞ്ഞു എനിക്ക് ഒരെണ്ണം വേണം. അങ്ങനെ ഞാൻ എൻ്റെ ബ്രെഡും അതും എടുക്കുന്നു കഴിച്ചു. അതങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും തണ്ണിമത്തങ്ങ മുറിച്ച് കഴിച്ചിട്ടുണ്ട്. പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും ഒരു സ്പെഷ്യൽ ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, റവ വട എന്നാണ് പേര്. പിന്നെ അതേ വീണ്ടും ഞാൻ രാത്രിയിൽ സ്പെഷ്യൽ ഇന്ന് ബട്ടർ നാനും പനീർ ബട്ടർ മസാല, ഇതിപ്പോൾ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഈ കറി ആരും തെറ്റിദ്ധരിക്കല്ലേ.